ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്കണോമെട്രിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അമാൽഗം ഓഫ് ബേസിക്കലി 3 സബ്ജക്ട്സ്. വൺ ഈസ് എക്കണോമിക് തിയറി, ദ അതർ വൺ ഈസ് മാത്തമാറ്റിക്സ്, ആൻഡ് തേർഡ് വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ രണ്ട് തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്. എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ നോക്കുന്നത് കളക്ഷൻ, പ്രസൻറ്റേഷൻ, അതേപോലെ ഹൗ ടു ക്ലീൻ ദ ഡാറ്റ, ഹൗ ടു കളക്ട് ദ ഡാറ്റ, ഹൗ ടു പ്രസൻറ്റ് ദം, ഹൗ ടു ഓർഗനൈസ് ദം. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഒരു എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ ചെയ്യുന്നത്. അതേസമയം മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ബേസിക്കലി ദാറ്റ് ഈസ് ദ അനാലിസിസ് പാർട്ട്. അവിടെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ്, അതേപോലെ തന്നെ അനോവ, എഫ് ടെസ്റ്റ്, ബോത്ത് സെയിം ആക്ച്വലി, ടി ടെസ്റ്റ്, ഇത്തരത്തിലുള്ള ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് രീതികളും മറ്റു അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എല്ലാം വരുന്നത് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സോ ബേസിക്കലി എക്കണോമെട്രിക്സ് ഈസ് ആൻ അമാൽഗം ഓഫ് എക്കണോമിക് തിയറി, ദെൻ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. Now we come to another important section, that is methodology of econometrics. So methodology of econometrics ഒരു എക്കണോമെട്രീഷ്യൻസ് എന്താണ് ചെയ്യുന്നത്, what is the methods that follow? ഒരു എക്കണോമെട്രിക്സിൽ സ്വീകരിക്കുന്ന രീതി എങ്ങനെയാണ്, ഒരു എക്കണോമെട്രീഷ്യൻ എങ്ങനെയാണ് എക്കണോമെട്രിക്സിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ക്ലാസിക്കൽ മെത്തഡോളജിയാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഈ മെത്തഡോളജീസ് തന്നെയാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഓരോന്നിനെയും വളരെ വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സോ ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ദർ ആർ 8 steps in classical methodology. These are sequential steps. അതായത് അതിനൊരു പ്രോഗ്രഷൻ ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ എക്കണോമിക് തിയറി. സോ an economic theory should be there before doing an econometric work. അപ്പോൾ ഒന്നാമത്തത് നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. First one is statement of the theory or hypothesis. Second one എന്ന് പറയുന്നത് ആ എക്കണോമിക് തിയറിനെ we specify in a mathematical model. So the specification of mathematical model of the theory is the second step. The third step is specification of the econometric model. That is the third step. Then comes the important step of obtaining data. So data collection. നമ്മൾ പറഞ്ഞു economic statistics എന്ന് പറഞ്ഞു. So fourth step is obtaining the data. Fifth one is estimating the parameters of the econometric model that we have done in the third step. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഒരു എക്കണോമെട്രിക് മോഡൽ ബിൽഡ് ചെയ്തിരുന്നു. അതിൻ്റെ അകത്തുള്ള പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യാം. വി വിൽ എക്സ്പ്ലെയിൻ എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ. സോ ഇപ്പോൾ നിങ്ങൾക്ക് പാരാമീറ്റേഴ്സ് എന്ന് കുറച്ച് പേർക്ക് യു മേ ബി ഹിയറിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം, ബട്ട് വി വിൽ ലേൺ വാട്ട് ഈസ് പാരാമീറ്റർ. സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി വിൽ ടെസ്റ്റ് വെദർ ദ ഹൈപ്പോതെസിസ് ഈസ് true or not, whether to reject or not reject
the hypothesis. So hypothesis testing. അവിടെ നമുക്ക് ബേസിക്കലി നമ്മൾ ടി ടെസ്റ്റ് എഫ് ടെസ്റ്റ് ആണ് പഠിക്കുന്നത്. 7th സ്റ്റെപ്പായിട്ട് എക്കണോമെട്രിക്സിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്, വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഫോർകാസ്റ്റിംഗ് ഓർ പ്രഡിക്ഷൻ. സോ എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. അതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. വാർ മോഡൽസ്, അതേപോലെ അരിമ. There are different methods that are used for forecasting. 8th one is using the model for control or policy purposes. നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന എക്കണോമിക് തിയറിയിൽ നിന്ന് ഫൈനലി നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന ഈ എക്കണോമെട്രിക് മോഡലും അതേപോലെ അതിന്റെ പാരാമീറ്റേഴ്സും അതേപോലെ അതിന്റെ ഫോർകാസ്റ്റിംഗ് പവർ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് the model can be used for policy control and policy purposes. ഗവൺമെന്റിനോ മോണിറ്ററി അതോറിറ്റിക്കോ ഒരു ഫേമിനോ anybody that uses this econometric model can use it for policy purposes. അതിനെ പോളിസി ആവശ്യങ്ങൾക്ക് വേണ്ടി അതല്ലെങ്കിൽ അവരുടെ പോളിസി മേക്കിങ്ങിന് വേണ്ടി അവരെ ഗൈഡ് ചെയ്യാനായിട്ട് ഈ എസ്റ്റിമേറ്റഡ് പാരാമീറ്റേഴ്സും എസ്റ്റിമേറ്റഡ് എക്കണോമിക് മെട്രിക് മോഡലും സഹായിക്കും. സോ 8th one is using the model for control or policy purposes. So basically these are 8 steps involved in the methodology of econometrics. So നമ്മൾ 1 by 1 ആയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. സോ നിങ്ങൾ ഈ 8 സ്റ്റെപ്പ് ഒന്ന് എഴുതിയെടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ആദ്യത്തേലേക്ക് കിടക്കുകയാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് തിയറി ഓർ ഹൈപ്പോത്തസിസ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് തിയറി എന്ന് പറയുന്നത് എക്കണോമിക് തിയറിയാണ് പറയുന്നത്. ഒരു എക്കണോമിക് തിയറിനെ സ്റ്റേറ്റ് ചെയ്യും. സോ ദർ ആർ വേരിയസ് എക്കണോമിക് തിയറീസ്. നമ്മളെല്ലാം പല ബ്രാഞ്ചുകളായിട്ട് ഒരുപാട് എക്കണോമിക് തിയറീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. whatever economic theory that we take, we have to state that economic theory. നമ്മൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് മാക്രോ എക്കണോമിക്സിലെ കെയ്ൻസിന്റെ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്ന് പറയുന്ന ഒരു എക്കണോമിക് തിയറിയാണ്. നിങ്ങൾക്ക് ഓൾറെഡി അത് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ, അതായത് when income increases, consumption increases but less than proportionately. ഇതാണ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അഗ്രിഗേറ്റ് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അഗ്രിഗേറ്റ് കൺസംഷനും ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഇൻകത്തിന്റെ ഇൻക്രീസിൽ അത്രയും പ്രൊപ്പോർഷനേറ്റഡ് ഉള്ള ഇൻക്രീസ് ആയിരിക്കില്ല, വിച്ച് വിൽ ബി ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ദാൻ ദ ഇൻക്രീസ് ഇൻ ഇൻകം. അഗ്രിഗേറ്റ് ഇൻകം അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന അത്രയും പ്രൊപ്പോർഷനിൽ അഗ്രിഗേറ്റ് കൺസംഷൻ ഇൻക്രീസ് ചെയ്യില്ല, ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്. ഇതാണ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു എക്കണോമിക് തിയറി എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. വി നോ ദാറ്റ് ദർ ആർ ലോട്ട്സ് ഓഫ് എക്കണോമിക് തിയറീസ് ദാറ്റ് വി കം അക്രോസ് ആൻഡ് വി സ്റ്റഡി. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഒരു എക്കണോമിക് തിയറി എടുക്കുകയാണ്, ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കൺസിഡർ ആൻ എക്കണോമിക് തിയറി. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് വേണമെങ്കിൽ എടുക്കാം. ലോ ഓഫ് ഡിമാൻഡ് ആണെങ്കിൽ അവിടെ ഇഫ് യു ആർ ഗോയിങ് ടു സ്റ്റഡി ദ ലോ ഓഫ് ഡിമാൻഡ്, അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് വി ഹാവ് എൻ എക്കണോമിക് തിയറി ദർ, എക്കണോമിക് ലോ ഈസ് ദർ, അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. വെൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇൻക്രീസസ്, its quantity demanded decreases, vice versa. So നമുക്ക് ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എടുക്കാം. And we take
one example, that is psychological law of consumption. അതിൽ നമുക്കറിയാം മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്ന ഒരു ആശയം കെയ്ൻസ് പറയുന്നുണ്ട്, വിച്ച് ഈസ് ലെസ് ദാൻ 1. അതാണ് നമ്മൾ പ്രൊപ്പോർഷനേറ്റ് കൺസംഷന്റെ മാർജിനൽ പ്രൊപ്പൻസിറ്റി, അത് കൺസ്യൂം ചെയ്യാനുള്ള മാർജിനൽ പ്രൊപ്പൻസിറ്റി ലെസ് ദാൻ 1 ആണെന്ന് കെയ്ൻസ് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻകം വർദ്ധിക്കുന്ന അത്രയും തന്നെ കൺസംഷൻ വർദ്ധിക്കുന്നില്ല, കൺസംഷന്റെ റെസ്പോൺസ് ലെസ് ദാൻ 1 ആണ്. So we will take this as an example. So the first step is state the theory or hypothesis. അപ്പോൾ നമ്മൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു കാര്യം മാത്രം, ഏത് വേണമെങ്കിലും എടുക്കാം, ഏത് എക്കണോമിക് തിയറി വേണമെങ്കിലും എടുക്കാം. നമ്മൾ പഠിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു ബേസിക്കലി ഒരു തിയറി ഉണ്ടാവും, അതല്ലെങ്കിൽ ഒരു എക്കണോമിക് റിലേഷൻ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. രണ്ടാമത്തത്, നമ്മളിവിടെ ഈ ഒരു കാര്യം സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ്. നമ്മൾ എക്കണോമിക് തിയറിനെ ഇവിടെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അതില് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് കൺസംഷൻ. കൺസംഷന്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ നമ്മൾ തയ്യാറാക്കുന്നു. മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറയുമ്പോൾ എക്കണോമിക് തിയറിയിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന അതേ കാര്യം നമ്മളൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷന്റെ രൂപത്തിലേക്ക് മാറ്റും. ദാറ്റ് ഈസ് മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് കൺസംഷൻ. സോ ഞാനിവിടെ ഒരു വൈറ്റ് ബോർഡ് സ്റ്റാർട്ട് ചെയ്തേ. സോ ഞാനിവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ് കിടക്കുന്നത്. നേരെ മാത്തമാറ്റിക്കൽ മോഡൽ, mathematical specification of the model ആണ്. Here we have a specification. Mathematical specification of the model or economic theory. നമ്മൾ ഇവിടെ എടുത്തത് എന്തായിരുന്നു? നമ്മൾ കൺസംഷൻ, സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ ആയിരുന്നു എടുത്തത്. സോ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ നമ്മൾ പറഞ്ഞു കൺസംഷനും ഇൻകവും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് നമ്മൾ എഴുതുമ്പോൾ we can write it as y beta 0 plus beta 1 x. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ എഴുതിയിരിക്കുന്നതിൽ ഒന്ന് ഒരു y എഴുതിയിട്ടുണ്ട്, ഒരു x എഴുതിയിട്ടുണ്ട്, ബീറ്റ 0 എഴുതിയിട്ടുണ്ട്, ബീറ്റ 1 എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഡിഗ്രിയിൽ ഓൾറെഡി ഇത് മെത്തഡോളജി പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പഠിച്ചവർക്ക് ഇത് എളുപ്പമായിരിക്കുമല്ലോ. എങ്കിലും നമുക്ക് ഇത് പഠിക്കാത്ത കുട്ടികളുള്ളത് കൊണ്ട് വി വിൽ എക്സ്പ്ലെയിൻ എവരിത്തിങ്. സോ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 വേരിയബിൾസും 2 പാരാമീറ്റേഴ്സും ആണ് അതിൻ്റെ അകത്തുള്ളത്. വേരിയബിൾസ് എന്ന് പറയുന്നത് വൈയും എക്സും ആണ്. പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ബീറ്റ 0, ബീറ്റ 1. നമ്മൾ ഈ പാരാമീറ്റേഴ്സ് സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ഇതിന് പല ലെറ്റേഴ്സുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പല സിമ്പിൾസുകൾ ഉപയോഗിച്ചിട്ട് കാണിക്കാറുണ്ട്. ചില എക്സാമ്പിളിൽ നമ്മൾ ആൽഫ ആയിരിക്കും ഉപയോഗിക്കുക, ചിലതിൽ ബീറ്റ എന്നായിരിക്കും ഉപയോഗിക്കുക, ചിലതിൽ ബീറ്റ 1 എന്നും ബീറ്റ 2 എന്നായിരിക്കും ഉപയോഗിക്കുക, ചിലതിൽ എ ബി എന്നായിരിക്കും ഉപയോഗിക്കുക. സോ പാരാമീറ്റേഴ്സിന്റെ സിമ്പിൾസ് നമുക്ക് വിഷയമല്ല. എനി സിമ്പിൾസ് ക്യാൻ ബി യൂസ്ഡ്. കൺവെൻഷനലി നമ്മൾ വേരിയബിൾസിന് ഉപയോഗിക്കുന്ന സിമ്പിൾ വൈയും എക്സും ആണ്.
y എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വേരിയബിളിനെയും y സൂചിപ്പിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വേരിയബിളിനെയും x ഇംപ്ലൈ ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വേരിയബിളിനെയുമാണ്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വേരിയബിളിന് നമ്മൾ മറ്റൊരു പേര് വിളിക്കും ഡിപ്പെൻഡന്റ് വേരിയബിൾ. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വേരിയബിളിനെ അല്ലെങ്കിൽ വേരിയബിൾസിനെ, ഇവിടെ നമുക്ക് ഒരു വേരിയബിളേ ഉള്ളൂ, അത് നമ്മുടെ ഇൻകം ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വേരിയബിൾ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നോ അതല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്നൊക്കെയാണ് കൺവെൻഷനലി നമ്മൾ വിളിക്കുന്നത്. സോ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിനൊരു ഫങ്ഷണൽ ഫോം മാത്തമാറ്റിക്കൽ ആയിട്ട് എഴുതുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ തിയറിയിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കെയ്ൻസ് തിയറിയിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം. ഇതാണ് തിയറി, എക്കണോമിക് തിയറി. കൺസംഷൻ ഫങ്ഷൻ ആണ് നമ്മൾ എക്കണോമിക് തിയറിയിൽ പറഞ്ഞത്. കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം. ഇതായിരുന്നു എക്കണോമിക് തിയറി. മാത്തമാറ്റിക്സ് ഫോമിലേക്ക് നമ്മൾ ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് എഴുതിയപ്പോഴും ഈ എഫ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഫംഗ്ഷന് നമ്മളൊരു ഫോം കൊടുക്കുകയാണ്, ഫങ്ഷണൽ ഫോം കൊടുക്കും. ഈ ഫങ്ഷണൽ ഫോം എന്ന് പറയുന്നത് ലീനിയർ ഫങ്ഷണൽ ഫോമാണ്. ലീനിയർ ഫങ്ഷണൽ ഫോം. നമ്മൾ എന്താണ് ലീനിയാരിറ്റി എന്നൊക്കെ നമുക്ക് വഴിയെ നമുക്ക് പഠിക്കാം. ദിസ് ഫങ്ഷണൽ ഫോം ഈസ് ലീനിയർ ഫങ്ഷണൽ ഫോം. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഒരു ഫങ്ഷണൽ ഫോം മാത്തമാറ്റിക്സിൽ നമ്മൾ കൊടുക്കും. y എന്ന് പറയുന്നത് കൺസംഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ മോഡലിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. കൺസംഷൻ ഈസ് ഈക്വൽ ടു ബീറ്റ 0 പ്ലസ് ബീറ്റ 1 ഇൻപുട്ട്. ഇതിൽ രണ്ട് പാരാമീറ്റേഴ്സിനെ കുറിച്ച്. അപ്പൊ നമ്മൾ y എന്താന്ന് പറഞ്ഞു? y എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. x എന്താണ്? x എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇനി എന്താണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ? കൺസംഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഇൻകം. So that's why consumption is a dependent variable, income is an independent variable. Consumption depends on income. So consumption is the dependent variable. Income is the independent variable. Which means that the causation is from here to here. This is the causation. അതായത് ഇൻകം കോസസ് കൺസംഷൻ. ഇൻകം കോസസ് കൺസംഷൻ. എ ചേഞ്ച് ഇൻ ഇൻകം ലീഡ്സ് ടു എ ചേഞ്ച് ഇൻ കൺസംഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എക്സ്പ്ലനേറ്ററി വേരിയബിൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. കൺസംഷൻ ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ഈസ് ഡിപെൻഡന്റ് വേരിയബിൾ വിച്ച് ഡിപെൻഡ്സ് ഓൺ എ ചേഞ്ച് ഇൻ ഇൻകം. നൗ വി കം ടു ദ പാരാമീറ്റേഴ്സ്. പാരാമീറ്ററിൽ നമ്മൾ പറഞ്ഞു നമ്മളിവിടെ ബീറ്റ 0 ബീറ്റ 1 എന്നുള്ള സിമ്പിൾസ് ആണ്, ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ രണ്ട് പാരാമീറ്ററുകളുണ്ട്. ഡിഗ്രിക്ക് പഠിച്ചിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് ആ പാരാമീറ്റർ. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ബീറ്റ 0നെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ബീറ്റ 1നെ എന്താ വിളിക്കുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്റർസെപ്റ്റ് ടേം ആണ് സർ. യെസ്, നമ്മൾ ബീറ്റ 0നെ വിളിക്കുന്നത് ഇന്റർസെപ്റ്റ് പാരാമീറ്റർ എന്നാണ്. അപ്പോൾ ബീറ്റ 0 സോ നമുക്ക് ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഇന്റർസെപ്റ്റ്
ഇന്റർസെപ്റ്റ് പാരാമീറ്റർ എന്നും β1 വിളിക്കുന്നത് സ്ലോപ്പ് പാരാമീറ്റർ. സോ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഇന്റർസെപ്റ്റ്, സ്ലോപ്പ്. ഇത് എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇതിന് ഞാനൊരു വാല്യൂസ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സോ ഇവിടെ let me write y is equal to 100 plus 0.8x എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇതാണ് നമുക്ക് നമ്മുടെ മെത്തഡോളജിയിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് പറയുന്നത്. മെത്തഡോളജി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഓഫ് ദ എക്കണോമെട്രിക്. ഞാനിവിടെ ഓൾറെഡി ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. 100 ആണ് ഇന്റർസെപ്റ്റ് എന്നും 0.8 ആണ് സ്ലോപ്പ് എന്നും ഞാൻ എഴുതി. ഇതിനെ നമ്മൾ ഇന്റർസെപ്റ്റ് എന്ന് വിളിച്ചു. ഇനി എന്താണ് ഇന്റർസെപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഇതിനെ നമ്മൾ സ്ലോപ്പ് എന്ന് വിളിച്ചു. സോ ദിസ് ഈസ് സ്ലോപ്പ് പാരാമീറ്റർ ആൻഡ് ദിസ് ഈസ് ഇന്റർസെപ്റ്റ് പാരാമീറ്റർ. ഇവിടെ എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. എക്സിന് ഞാൻ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ then consumption will be 100 plus 0.8. എക്സിന് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ that means if income is 1 then how much is consumed. അത് നമുക്കിവിടെ പോയിന്റ് ഇതിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് കൺസംഷൻ എത്രയാണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതില് ഞാൻ എക്സിന് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ if x is 0 then there is a minimum consumption. കാരണം കൺസംഷൻ ഇല്ലാതെ മനുഷ്യന് ജീവിക്കാനായിട്ട് പറ്റില്ല നമുക്കറിയാം. സോ if income is 0 then this will turn out to be 0.8 into 0. ഈ ഭാഗം എന്തായി മാറും? 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് we will get only 100. അതായത് മിനിമം, even when income is 0, there is a minimum consumption. That minimum consumption is called intercept. സോ നമുക്കിവിടെ ഞാൻ അതൊന്നും കൂടി എഴുതിയാണ്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് എഴുതിയത് ഇങ്ങനെയായിരുന്നു. y is equal to 100 plus 0.8 x. എക്സ് ഇൻകം ആണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. y എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ, ദാറ്റ് ഈസ് കൺസംഷൻ. ഇഫ് x is 0 then y is equal to 100. If x is equal to 0 then y is equal to 100. So when income is 0, then there is a minimum consumption. That minimum consumption, irrespective of the 0 income level, is the parameter that is called intercept parameter. നമ്മുടെ എക്സാമ്പിളിലാണെങ്കിൽ നമുക്ക് അത് കാണിക്കുകയാണെങ്കിൽ നമ്മളിവിടെ 2 വേരിയബിൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ആദ്യത്തെ വേരിയബിളിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു, ദാറ്റ് ഈസ് ഇൻകം. രണ്ടാമത്തെ വേരിയബിൾ നമ്മൾ വൈ, ദാറ്റ് ഈസ് കൺസംഷൻ. സോ വെൻ ഇൻകം ഈസ് 0, this is the point 0. As we move here, income increases, which means that this shows the increase in income. It can be 100, 200, 300, 400. It can extend to any amount. So when income is 0, we have a minimum consumption. നമ്മുടെ എക്സാമ്പിൾ അത് 100 ആണ്.
Then as income increases, consumption increases but less than proportionately. So this upward sloping consumption curve shows that as income increases, consumption increases, but it is less than proportionately. How it is less than proportionate? A 100% change in income leads to less than proportionate change in consumption. See, ഇവിടെ നമുക്കൊരു 100 ചേഞ്ച്, ഇവിടെ ഒരു 100 ആണ് ഇവിടുത്തെ ഇൻകത്തിലുണ്ടായ വർധനമെങ്കിൽ ഇവിടെ that will be 80. കാരണം നമ്മുടെ എക്സാമ്പിളിൽ this is 0.8, so this will be an 80 increase. Same here. ഇവിടെ 100 ആണ് ചേഞ്ച് എങ്കിൽ, ഡെൽറ്റ ഇൻകം 100 ആണെങ്കിൽ this will be 80. So there is a slope. That slope is this 0.8 shows the slope of the curve. A 100% change leads to 80% change in consumption. So consumption increases less than proportionate to change in income. So consumption line, this is the mathematical model here. This is a linear function, that's why it is a straight line. നമുക്ക് ഇതെല്ലാം കുറച്ചും കൂടി അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അതായത് നമ്മൾ ഫർദർ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. സോ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തത്. ദാറ്റ് ഈസ് ഇന്റർസെപ്റ്റ് പാരാമീറ്റർ ആൻഡ് സ്ലോപ്പ്. ദിസ് ഈസ് ഇന്റർസെപ്റ്റ്. ദിസ് പോയിന്റ് ഈസ് ഇന്റർസെപ്റ്റ്. When income is zero, there is a minimum consumption. That is intercept. So that is this point. So നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലായിട്ട് നമ്മൾ കൺസംഷൻ ഫംഗ്ഷൻ എഴുതിയപ്പോൾ ഇങ്ങനെയാണ് എഴുതിയത്. y is equal to beta 0 plus beta 1 x. This is the mathematical model. ഇതിൻ്റെ അകത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഒന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇന്റർസെപ്റ്റ് പാരാമീറ്റർ, സ്ലോപ്പ് പാരാമീറ്റർ. ഇതാണ് ഇന്റർസെപ്റ്റ് പാരാമീറ്റർ. സ്ലോപ്പ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഈ ലൈനിന്റെ സ്ലാന്റ്, ഈ അപ്വേർഡ് സ്ലോപ്പിംഗ് കാണിക്കുന്നത് എക്സും ഇൻകവും തമ്മിലുള്ള റിലേഷൻ പോസിറ്റീവ് ആണെന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു നമ്മളിവിടെ പോസിറ്റീവ് ആണ് എഴുതിയിരിക്കുന്നത്. ഈ പോസിറ്റീവ് കാണിക്കുന്നത് when income increases there is a positive change in consumption. ഇത് നെഗറ്റീവ് ആയെന്ന് വെച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻ. അപ്പോൾ അപ്വേർഡ് സ്ലോപ്പിങ്ങിന് പകരം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരുന്നു. സോ ഇവിടെ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്, പക്ഷെ അതിന്റെ സ്ലാന്റ്, അതിന്റെ സ്ലോപ്പ് ആണ് ഈ 0.8 കാണിക്കുന്നത്. ഓക്കെ, സോ ഇത് കുറച്ചും കൂടി അപ്പർ ആയിട്ടാണ് നമ്മൾ വരച്ചിരുന്നതെങ്കിൽ, സ്റ്റീപ്പ് ആയിട്ടാണെങ്കിൽ സ്ലോപ്പ് കൂടുതലാണ്. അതല്ലെങ്കിൽ നമുക്ക് ഫ്ലാറ്റഡ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ സ്ലോപ്പ് കുറവാണ്. സോ ഈ ബീറ്റ 1ന്റെ വാല്യൂ കെയ്ൻസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ലെസ് ദാൻ 1 ഓർ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് പ്രൊപ്പോർഷനേറ്റ് ടു എ ചേഞ്ച് ഇൻ ഇൻകം. അതായത് ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെ 0.8 എഴുതി, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 but it is greater than 0. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് when income increases definitely consumption increases. 0 അല്ല, കൺസംഷൻ എന്തായാലും ഇൻക്രീസ് ചെയ്യും, പക്ഷേ പ്രൊപ്പോർഷനേറ്റ് അല്ല, അതുകൊണ്ട് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ആണ്. അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ലെസ് ദാൻ 1. സോ ഇൻകം 100% വർദ്ധിച്ചാൽ കൺസംഷനും വർദ്ധിക്കും, പക്ഷെ 100% വർദ്ധിക്കില്ല, അതിൽ താഴെ ആയിരിക്കും വർദ്ധിക്കുക. സോ ദാറ്റ്സ് വൈ വി സേ ദിസ് ബീറ്റ 1 ഈസ് ലെസ് ദാൻ 1 ബട്ട് ഗ്രേറ്റർ ദാൻ 0. സോ നമ്മൾ രണ്ടാമത്തെ മോഡലിൽ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന പോയിന്റുകൾ ഇതാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ഒരു എക്കണോമിക് തിയറിനെ വാട്ട് വി ഡിഡ് ഈസ് വി ജസ്റ്റ് സ്റ്റേറ്റഡ് ആൻ എക്കണോമിക് തിയറി ഇൻ എ മാത്തമാറ്റിക്കൽ ഫങ്ഷണൽ ഫോം. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. സോ ആ മാത്തമാറ്റിക്കൽ ഫങ്ഷണൽ ഫോം എന്ത് വേണമെങ്കിലും ആവാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു ഫങ്ഷണൽ ഫോം ലീനിയർ ആണ്. There can be
quadratic functional form, there can be cubic functional form, there are logarithmic functional forms. Logarithmic functional form is a log function ഉണ്ട്, log linear function ഉണ്ട്, linear log function ഉണ്ട്. Then there are inverse function. So there are lots of functional form, but we consider here linear functional form. ഇതാണ് linear function. അപ്പോൾ ആദ്യം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ we actually did what we actually did is we actually stated the economic theory in a mathematical form. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരു കാര്യം, ഇത് സിംഗിൾ ഇക്വേഷൻ, മൾട്ടിപ്പിൾ ഇക്വേഷൻ, ഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇതൊരു സിംഗിൾ ഇക്വേഷൻ ആണ്, ബിക്കോസ് വി ഹാവ് ഓൺലി സിംഗിൾ ഇൻഡിപെൻഡന്റ് ഫാക്ടർ. We will consider multiple regression model in future and single equation model also. നമുക്കത് വീണ്ടും നമ്മൾ അതിലേക്ക് വരും. നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരികയാണ്, that is specification of econometric model of consumption. സോ മൂന്നാമത്തത്, നമ്മൾ ഇത് രണ്ടാമത്തെ ടെക്നിക്കായിരുന്നു നമ്മൾ ഈ പറഞ്ഞത്. രണ്ടാമത്തത് മാത്തമാറ്റിക്കൽ സ്പെസിഫിക്കേഷൻ ഓഫ് ദ മോഡൽ. മൂന്നാമത്തെ മെത്തഡോളജി എക്കണോമെട്രിക് സ്പെസിഫിക്കേഷൻ. എക്കണോമെട്രിക് സ്പെസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറി ഓർ മോഡൽ. നമ്മളിവിടെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ, സോ ഫസ്റ്റ് വാട്ട് വി ഡിഡ് ഈസ് വി ആക്ച്വലി സ്റ്റേറ്റഡ് ദാറ്റ് എക്കണോമിക് തിയറി ഇൻ എ മാത്തമാറ്റിക്കൽ മോഡൽ. ഈ മാത്തമാറ്റിക്കൽ മോഡലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എക്സാക്ട് റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. എക്സാക്ട് റിലേഷൻഷിപ്പ്, മാത്തമാറ്റിക്കൽ മോഡലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സാക്ട് റിലേഷൻഷിപ്പ് ആണ്. എന്താണ് ഈ എക്സാക്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? അതായത് ഇവിടെ y എന്ന് പറയുന്നത്, കൺസംഷൻ എന്ന് പറയുന്നത് ഇൻകത്തെ മാത്രമാണ് ആശ്രയിച്ച് നിൽക്കുന്നത്. നമുക്ക് ഈ രണ്ട് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വി ക്യാൻ എക്സാക്ട്ലി സേ വാട്ട് ഈസ് കൺസംഷൻ. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന്, സപ്പോസ് എക്സ് ഈസ് 100 rupees, എക്സ് ഈസ് 100 rupees, ഇൻകം 100 ആണ്, ദെൻ കൺസംഷൻ എത്രയാണ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ദ റിലേഷൻ ഈസ് എക്സാക്ട് റിലേഷൻ. അതായത് എത്രയാണ് നമുക്കിവിടെ 100, നമ്മൾ ഇവിടെ നമ്മൾ 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ആൻ എക്സാക്ട് കൺസംഷൻ. ആർക്കെങ്കിലും പറയാമോ? What will be consumption if x is 100? If x is 100, what is y? എക്സിന് പകരം 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? y. എനിവൺ? ആർക്കെങ്കിലും? ആണ് സർ. 180 ആണ്. കാരണം എന്താണ്, ഇവിടെ ഇത് 100 ആണ്, ഇവിടെ നമുക്ക് ഈ എക്സിന് പകരം നമ്മൾ 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് ഞാൻ ഇവിടെ എഴുതാം, y is equal to 100 plus 0.8 into 100. So we get
100 plus this is 80. 0.8 into 100 എന്ന് പറയുന്നത് 80 ആണ്. So we get 180. എന്താ സംഭവിച്ചത്? കൺസംഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഇൻകം. Y is greater than X. Is it possible? Consumption being greater than income, is it possible? Definitely it is possible. നമുക്ക് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസേവിങ്. ഒരു പക്ഷേ നമ്മൾ നമ്മുടെ കൈവശം ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസിനെ വിറ്റിട്ടാവാം. ഇൻകം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വെൽത്ത്. ഇൻകം വാട്ട് വി ഗെറ്റ് പീരിയോഡിക്കലി. നമുക്ക് നമ്മുടെ കൈവശം ഗോൾഡ് ഉണ്ടാവാം. ഗോൾഡ് നമ്മൾ ചിലപ്പോൾ പ്ലഡ് ചെയ്തിട്ടായിരിക്കാം നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ഡിസേവിങ്സ്. When if X is 1000, if X is 1000, what is consumption? 1000. What is consumption? What is Y? If X is 1000, what is Y? എത്രയാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 8. ഇവിടെ നമ്മൾ 100ന് വരെ നമ്മൾ 1000 ആക്കുന്നു. സോ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 800 കിട്ടി അല്ലേ? 900 ആണ് നമ്മുടെ Y. നോക്കൂ, ഇവിടെ Y is less than, ഈ കേസിൽ Y is less than X. അതിന്റെ അർത്ഥം എന്താണ്? There is saving. Consumption is less than income. That means there is saving. ഈ കേസിൽ നമുക്ക് ഇവിടെ സേവിങ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഡിസേവിങ് ഉണ്ട്, അല്ലെങ്കിൽ ബോറോവിങ്. Disaving. So these are possible. കാരണം ലോവർ ലെവൽ ഓഫ് ഇൻകത്തിൽ there is disaving, at higher level of income there is saving. But anyhow, ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. നമുക്ക് എക്സാക്ട്ലി ഈ ഇൻകം ആണ് ഇവിടെ മാത്തമാറ്റിക്കൽ മോഡൽ എഴുതിയപ്പോഴും നമുക്ക് ഇൻകം ആണ് കൺസംഷനെ സ്വാധീനിക്കുന്നത്. There is an exact relation. No other factors influence consumption. Only X influence consumption. ഇത് റിയൽ നമുക്ക് ഒരു ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒക്കെ ഈ മാത്തമാറ്റിക്കൽ മോഡലിന് കൂടുതൽ വാലിഡിറ്റി ഉണ്ട്. കാരണം അവിടെ ഈ എക്സാക്ട് റിലേഷൻസ് ആണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇൻ എ സോഷ്യൽ സയൻസ്, വെൻ വി സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ, ദിസ് എക്സാക്ട്നെസ് കനോട്ട് ബി സ്റ്റേറ്റഡ്. സോഷ്യൽ സയൻസിൽ നമ്മൾ ഹ്യൂമൻ ബിഹേവിയർ പഠിക്കുമ്പോഴും we cannot say anything exact. അതായത് നമുക്ക് കൺസംഷനെ സ്വാധീനിക്കുന്നത് ഇൻകം മാത്രമല്ല. there are number of factors. നമുക്ക് എല്ലാ ഫാക്ടേഴ്സിനെ, നമുക്ക് അറിയാവുന്ന ഫാക്ടേഴ്സിനൊക്കെ ഈ മോഡലിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് ആയാനെ. പക്ഷെ എന്തോരം ഇൻക്ലൂഡ് ചെയ്താലും, എത്രയൊക്കെ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്താലും കൺസംഷൻ ആ ഫാക്ടേഴ്സ് എല്ലാം തമ്മിലുള്ള റിലേഷൻ എക്സാക്ട് ആവില്ല. ദർ ഈസ് സം ഡിസ്ക്രിപ്പൻസി. സോ ആ എക്സാക്ട്നെസ് ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഈ മാത്തമാറ്റിക്കൽ മോഡലിൽ നമ്മൾ എക്കണോമെട്രിക് മോഡലിലേക്ക് സ്പെസിഫൈ ചെയ്യും. ആ സ്പെസിഫിക്കേഷൻ എഴുതിയിട്ട് ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ദാറ്റ് ഈസ് എക്കണോമെട്രിക് മോഡൽ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു ബീറ്റ 0 പ്ലസ് ബീറ്റ 1x പ്ലസ് u. നമ്മൾ u എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാസ്റ്റിക് വേരിയബിളും കൂടി, അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ, എറർ ടൈം എന്നൊക്കെ പറയുന്ന ഒരു ടൈം കൂടി നിങ്ങൾ
നമ്മൾ ആ മോഡലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എ മാത്തമാറ്റിക്കൽ മോഡൽ ബിക്കംസ് എക്കണോമെട്രിക്. We will explain this econometric model further again in the next class. So, ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ